പാലക്കാട് നാട്ടിൻപുറങ്ങളിൽ മാത്രം കാണുന്ന ചെറിയ കുറച്ച് കടകളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ഈ ലക്ഷ്യം. അപ്പോൾ ഹലോ ഗൈസ്, മിസ്റ്റർ പാലക്കാടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വലിയ കടയൊന്നും കേട്ടോ, ചെറിയ കട ഓലയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ കിബിർഖാന്റെ കടയാണ്. ജസ്റ്റ് കിബിർഖാന്റെ ചോദിച്ചോളാം. കിബിർഖാൻ എന്തല്ല, എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട്? 8 വർഷം അല്ലേ. ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉള്ളത്? മസാല, പഴംപൊരി, ബിരിയാണി, പൊറോട്ട എല്ലാം ഉണ്ടല്ലേ. ഇന്ന് ഞായറാഴ്ച പഴംപൊരി, നെയ്യപ്പം, പരിപ്പോട, ഉഴുന്നോട. അതെ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 8 വർഷമായി. നിങ്ങൾ എങ്ങനെ തുടങ്ങിയതാ? കണ്ട, ഇത് വൈഫാണ്. അതെ അല്ലേ. നമ്മൾ മുമ്പ് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ എന്തൊക്കെ സ്പെഷ്യൽ ഉള്ളത്? കുറച്ച് ക്രൗഡ് കുറവായിരിക്കും. അതെ, അപ്പൊ അതിന്റെ പേരിൽ ഒത്തിരി കമ്മിയായിട്ട് നാളെ ഉണ്ടാവും. നാളെ ചോറൊക്കെ ഉണ്ടാവും, ചോറ് പൊറോട്ട ഉണ്ടാവും. അതെ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കിബിർഖാന്റെ ഒരു ചായ കഴിക്കാം. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചാണ്, അതുകൊണ്ട് ഒരു കഴിച്ചു വന്നതാണ്. അപ്പൊ എന്തായാലും അവിടെ നമുക്ക് കിബിർഖാന്റെ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാം. ഒരു ദോശ ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങളെന്നെ ഉണ്ടാക്കുന്ന? അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാരണ ചില ഹോട്ടലിലൊക്കെ മറ്റേ റെഡിമെയ്ഡ് മേടിക്കാമല്ലോ. ഇല്ല, റെഡിമെയ്ഡ് മേടിക്കില്ല. ഇവിടെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ അരച്ച്, പിന്നെ മാവ് മേടിക്കാറില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് അരച്ച് എല്ലാം മേടിച്ച് നമുക്ക് മുതലാവില്ല. ടേസ്റ്റും വ്യത്യാസം വരുമല്ലോ. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ദോശയൊക്കെ നല്ല ചെലവാണ്. നല്ല ചെലവാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അവരൊക്കെ 2-3 ക്യാൻറ്റീനോടെ വന്ന് കഴിച്ചിട്ട് പോയതാണ്. നല്ല മറ്റേ നമ്മൾ നല്ലപോലെ കൊടുക്കണം. നമുക്ക് ഈ ലൈസൻസ് ഒന്നും ഇല്ലാത്തതല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ രീതിക്ക് പോകണം, ഇല്ലെങ്കിൽ നല്ല ഫുഡ്. ഇന്ന് വരെ ഒരാളും ഒരു കംപ്ലൈന്റ് പറയുകയോ പിടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ചായ ആയാലും എന്തായാലും, ഭക്ഷണമായാലും എന്തായാലും, ചോറായാലും. അതാണല്ലോ വേണ്ടത്. ബിരിയാണി ഞങ്ങൾക്ക് ഓർഡർ ഉണ്ട്, സ്വീകരിക്കാറുണ്ട്. അത് കഴിച്ചു നോക്കിയിട്ടാണ് അവർ മേടിക്കുള്ളൂ. നമ്മൾ പറയാറുള്ളൂ, കഴിച്ചു നോക്കിയിട്ട് മേടിച്ചാൽ മതി. അപ്പൊ അതില് വേറെ ഒന്നുമില്ല. നമ്മള് സ്വന്തമായിട്ട് സെയിം ഭക്ഷണം അതേ ലെവലാണ്. ഇവിടെ ഇന്നലെയൊക്കെ അതേ ലെവലാണ്. പക്ഷെ ഇത് കുറച്ച് ബാക്കിലേക്ക് നീങ്ങും. ഇപ്പൊ നല്ല സെറ്റപ്പ് ആയിരിക്കും. എല്ലാവർക്കും സീരിയലുകാരൊക്കെ വരും ഇവിടെ. സീരിയല് പിന്നെ മലമ്പുഴ എം പി, പിന്നെ നമ്മുടെ MA ഹരിദാസ് ഒക്കെ ഫോണിലുണ്ട്, കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ഇവിടെ വരും. എല്ലാവരും നല്ല അഭിപ്രായമാണ്. എന്താ പറഞ്ഞാൽ കഴിച്ചിട്ട് രമ്യ ഹരിദാസ് വന്നിട്ട് ബീഫ് പൊറോട്ട അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ വരാണ്ട് പോകും. നമ്മൾ വന്നത് ചെറിയൊരു കടയിലൊന്നും അല്ല, അത്യാവശ്യം നല്ല സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വന്ന് പോയി കഴിച്ച് ഭക്ഷണത്തിന്റെ അഭിപ്രായം പറഞ്ഞൊരു അടിപൊളി കടയിൽ തന്നെ കേട്ടോ. എന്തായാലും ഇവിടുത്തെ നമുക്ക് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെത്തേഡ് കാര്യങ്ങളെന്ന് വെച്ചാൽ പഴയ ഒരു ലെവല് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് ഇത്രയും അടിപൊളിയായിട്ട്. അപ്പൊ നമ്മുടെ ചേട്ടൻ നമ്മുടെ ദോശ കൊണ്ടുവന്നിട്ട് അന്ന് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം കേട്ടോ. ജസ്റ്റ് നോക്കിയേ. ഞാനേ കുറച്ച് ചട്നി എടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് സാമ്പാർ, കുറച്ച് ചമ്മന്തി, ഇങ്ങനെ മൂന്നോട് മിക്സ് ചെയ്തിട്ട്. സത്യം പറയാലോ, അടിപൊളി സാധനം കേട്ടോ. ഒരു കുറ്റം പറയാനില്ല, അടിപൊളി സാധനം. നമ്മൾ ഈ വലിയ ഹോട്ടലിൽ കയറി കഴിക്കുന്നതിനേക്കാളും എനിക്ക് എന്തുകൊണ്ടും ബെറ്റർ ഇതായി തോന്നുന്നു. അപ്പോൾ സാധനം ഒന്നും പറയല്ലോ കേട്ടോ, കിടു സാധനം. ഞാൻ എന്തായാലും ഫിനിഷ് ചെയ്യട്ടെ. ചായ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റ് കടകളിലൊന്നും ഇതുപോലെ ചായക്കടയിലൊന്നും കാണാത്തൊരു സംഭവം കേട്ടോ. ഇതുണ്ടോ, കുറെ എലമെന്റ്സ് ആയുർവേദിക് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ ചോദിച്ചപ്പോ ഈ താത്ത ഇത് എങ്ങനെ സംഭവം എന്താ? നമ്മൾ വേറെ കടകളൊന്നും കണ്ടിട്ടില്ല. ഇത് കുഴപ്പമൊന്നുമില്ല, ആയുർവേദിന്റെയാണ്. എല്ലാത്തിനും ഉള്ളതുകൊണ്ട് ഇടുപ്പ് വേദന, ഷുഗർ, കൊളസ്ട്രോള് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ കഴിച്ചിട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രോട്ടീൻ എന്ന പൗഡർ കഴിച്ചു, പിന്നെ ലേഹ്യം കഴിച്ചു. അതിലൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയാണ്.
ഇത് കുഴപ്പമൊന്നുമില്ല എനിക്ക്. എല്ലാവരും നല്ല അഭിപ്രായമാണ് അത്. നമ്മുടെ കിബീർ ഖാന്റെ ദോശയൊക്കെ കഴിച്ച് പഴംപൊരി കഴിച്ച് എന്തായാലും സംഭവം സെറ്റാട്ടോ. ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് എന്തായാലും പറയാം. പക്ഷേ ഇതുപോലത്തെ ചെറുകിട ഹോട്ടലുകാരൊക്കെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. എന്തായാലും അടിപൊളിയാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഉള്ളത് പ്ലേസ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേന്റെ തൊട്ടടുത്തോടെ ഈ കട വരുന്നത്. കട ഒരു ഓലപ്പേരയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ കട കേട്ടോ. അത്യാവശ്യം ഡൈനിങ്ങും സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും സെറ്റാണ്. അപ്പോൾ ഈ വഴി വരുന്നവർ മസ്റ്റായിട്ട് ഒന്ന് കയറുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ബൈ ഫ്രം മിസ്റ്റർ പലതരം.